ഗൈസ്, അപ്പൊ ഇപ്പൊ ഇതൊരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പന്റെ വികൃതിയും കുസൃതിയൊക്കെയാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെന്ന് വിചാരിച്ചാണ്. മുമ്പേ ഏതോ ഒരു പെണ്ണ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ അങ്കാ പുങ്ക വായ തോന്നിയത് കോതയ്ക്ക് പോയിട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊരു കമന്റ് ഇടാനോ ഒന്നിനും നമ്മൾ പോയില്ല. ഇന്നിപ്പോ റിയാക്ഷൻ വീഡിയോനൊരു ഒരു എക്സ്പ്ലനേഷൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ബ്രോട്ട് ഒരു വീഡിയോ കാരണം പുള്ളി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുമ്മാ കണ്ടന്റ് എന്നൊക്കെ പറയാതാണ്. അതായത് എന്താണോ ആ വീഡിയോ ഇട്ടവരിലേക്ക് എത്തിക്കേണ്ടത് അത് പുള്ളി കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചത്. പുള്ളിക്കല്ല കേട്ടോ. ഈ വീഡിയോന്റെ താഴെ കുറേ കമന്റ്സ് ഒന്നുണ്ടായിരുന്നു. അപ്പൊ കമന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതമ്മോൻ ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ കഴുത്തിൽ ചവിട്ടി, അതാണ് പ്രശ്നം. അപ്പൊ അത് ഏറെക്കുറെ ആമ്പിള്ളേരുള്ള പാരന്റ്സിനൊക്കെ ഏറെക്കുറെ മനസ്സിലാവും. ഈ ആമ്പിള്ളേരെ വികൃതി കുസൃതി എന്താന്നൊക്കെ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. പിന്നെ ചിലർക്ക് കമന്റിങ് ഇട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നു. വേറെ ഒന്നല്ല, നാട്ടിൽ നിന്ന് ഇവര് വന്നത് 20-ാം തീയതി, കഴിഞ്ഞ മാസം 20-ാം തീയതി വരുന്നത്. അപ്പൊ അതിനൊരു 1-2 ആഴ്ച മുമ്പ് ഞാൻ നമ്മുടെ ദുബായ് സിലിക്കോണിൽ പോയി കഴിഞ്ഞപ്പോ ഏതപ്പനൊരു ട്രെയിനും അതേപോലെ ഡോണിനൊരു ജീപ്പും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് ട്രെയിനോട് 130 സംതിങ്ങും ജീപ്പ് ഒരു 85 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അമ്മ വീഡിയോ കോളും ചെയ്തു. അപ്പൊ ഞാൻ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ കോൾ കാണിച്ചു കൊടുത്തു. ഏതപ്പ ഈ ട്രെയിൻ നിനക്ക് വാങ്ങുന്നുണ്ട്, ജീപ്പ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഹാപ്പി. ഞാൻ ഈ ടോയ്സ് ഒക്കെ മക്കൾക്ക് വാങ്ങിക്കലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് മറ്റേ 3 ടയറുള്ള സൈക്കിളില്ലേ, ഫ്രണ്ടില് പെടലേക്ക് വന്നിട്ട് അതൊക്കെ ചവിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. ആ പ്രായത്തിലൊക്കെ 4-5 വയസ്സുള്ള സമയത്തൊക്കെ നമുക്കൊന്നും അത് കിട്ടിയില്ല. അപ്പൊ എനിക്ക് മക്കളായി കഴിഞ്ഞപ്പോ എൻ്റെ മക്കള് വേറൊരാളുടെ ടോയ്സ് കണ്ട് കൊതിച്ചിട്ട് ഞാൻ നിന്ന പോലെ നിൽക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് അവർ പറയാണ്ടും ഞാൻ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. പിന്നെ അതിനെ താഴെ വേറെ കുറെ കമന്റ്സ് കാണാം, പിള്ളേരെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത് നശിപ്പിക്കണമെന്നൊക്കെ. പിള്ളേർക്ക് ഈ പ്രായത്തിൽ ടോയ്സ് അല്ലാണ്ട് പിന്നെ 3-4 എസ്റ്റേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ പ്രായത്തിലെ ടോയ്സ് കൊടുക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ അന്നത് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അത്രയും പൈസ ഉള്ളവരെ വാങ്ങിച്ചില്ല. ആ ടോയ് അവിടെ നിന്ന് സിലിക്കോണിന്ന് വാങ്ങിച്ചില്ല. കറക്റ്റ് ഇവിടെ വരുന്ന കേസ് ആയി കഴിഞ്ഞപ്പോ ഇനി ഇവിടെ വരുന്ന കേസ് വൈഫിന് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാണ്ടാണ് പപ്പയും അമ്മയും പ്ലാൻ ചെയ്തത്. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടില്ല. കൺസെന്റ് എന്നൊരു സംഭവമുണ്ട്, നമ്മുടെ കൺസെന്റ് ഇല്ലാണ്ട് അവിടെ നിന്ന് കയറി വരാൻ പറ്റില്ല. അപ്പൊ അനീതിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഈ കൺസെന്റിന്റെ കേസ് അവർ അറിയണ്ടത്. ഇവിടെ നാട്ടിൽ ടിക്കറ്റ് തന്നെടുത്ത് അങ്ങനെ ഞാൻ വഴി അറിഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ അറിയണ്ട, ഞാൻ വരാം, അലിസന്റെ അമ്മ വന്നെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവള് കിടന്നുറങ്ങുന്നു, ഞാൻ പോയി കൊണ്ടുവരുന്നത്. അതിൽ അവള് എണീറ്റില്ല, സർപ്രൈസ് ആയില്ല എന്നൊക്കെ പറഞ്ഞ കമന്റ് കണ്ടു. അവള് കഴിഞ്ഞ മാസം വീട്ടിൽ പോയി വന്നിട്ടുള്ളൂ. ഈ അപ്പനമ്മയും വരുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ നിൽക്കണോ? അപ്പനമ്മ വരുമ്പോ എനിക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ മാസം വീട്ടിൽ പോയി വന്നോളൂ, ഈ മാസം അപ്പനമ്മയും വരുമ്പോഴേക്കും എക്സൈറ്റ്മെന്റ് ഒന്നും കണ്ടില്ല മുഖത്തെന്നൊക്കെ പറയണ്ടേ. ഓവറായിട്ട് റിയാക്ഷനായി എനിക്കറിയാൻ പാടില്ല, അവർക്ക് അറിയാൻ പാടില്ല. ബി ജെന്യൂൻ, ഇതിനോട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അത് കാണുന്നുള്ളൊരു കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട. ഓക്കെ. അപ്പൊ ആ ടോയ്സ് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇവൾക്കാണെങ്കിൽ സർപ്രൈസ് വരണം. അപ്പൊ ഈ ടോയ്സ് വാങ്ങിക്കാണ്ട് കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരണ കേസിന്റെ സമയം കഴിഞ്ഞപ്പോ ഏതപ്പ എന്നോട് ചോദിച്ചു, പപ്പ ട്രെയിൻ വാങ്ങിച്ചു വെച്ചോളൂ ചോദിച്ചു. അപ്പൊ ഡോണ് ചോദിച്ചു എന്റെ ബ്ലൂ ജീപ്പ് ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് ആ കേസ് ആലോചിക്കുന്നത്, ഇത് വാങ്ങിച്ചില്ലല്ലോ എന്ന്. അപ്പൊ ഒരാഴ്ച സമയമുണ്ട്. ഞാൻ ഇതിങ്ങനെ അന്വേഷിച്ച് നടന്ന അജ്മാനി പോയി കഴിഞ്ഞപ്പോൾ ഈ ബ്ലൂ ജീപ്പും ഈ ട്രെയിനും ഞാൻ വാങ്ങിച്ചു കറക്റ്റായിട്ട് റൂമിൽ തന്നെ വെച്ചു. കാരണം ഇവരുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി 9 മണിക്ക് അവിടെ നിന്ന് കയറും. ഏകദേശം ഇവിടെ ഒരു 12:30 ആകുമ്പോൾ എത്തുമായിരുന്നു. അപ്പം നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്നാൽ 1 മണി 1:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തും. അപ്പോൾ ഈ ടോയ്സ് ഒക്കെ എടുത്ത് കൊടുത്ത് ഇവർക്ക് എന്ത് കിട്ടിയാലും 1-2 മണിക്കൂർ അതും ഇരിക്കും, കളിച്ചും പിടിച്ചൊക്കെ അതും ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങാം, പിന്നെ നേരം വെളുത്തിട്ട് പതുക്കെ എണീറ്റാൽ മതിയല്ലോ. ഇതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനെ എയർപോർട്ടിൽ എത്താൻ നേരത്ത് ഇവര് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 9 മണി എന്ന് പറയുമ്പോഴേക്കും ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഇറങ്ങി. അവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ. അത് 9 മണിയുടെ ഫ്ലൈറ്റ് 12 മണിക്കാണ് പറക്കാന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് 12:35 ഓൾറെഡി 3 മണിക്കൂർ ഡിലേ ആയിട്ടോ. അപ്പോഴും എയർപോർട്ടിൽ നിന്ന് വിളിക്കുമ്പോഴും ഏതപ്പം ചോദിക്കുന്നുണ്ട് ട്രെയിൻ അവിടെ ഇല്ലേ? ഞാൻ പറയുന്നുണ്ട് ട്രെയിനുണ്ട്, ജീപ്പും ഉണ്ട് എന്ന് പറഞ്ഞു. സംഭവം കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞാണ്. അങ്ങനെ ഇവർ എയർപോർട്ട് എത്തണത് എത്ര മണിക്കാ? 2:30 മണിക്ക്.
അപ്പം നമ്മളവിടെ എത്തി 2:30 മണിക്ക് അവിടെ ചെന്നു. കഷ്ടകാലത്തിന് പപ്പ ഫ്ലൈറ്റിൽ നിന്ന് ബാഗ് എടുത്തപ്പോൾ ഒരു ബാഗ് മിസ്സായി. അതായത് പപ്പ എടുത്ത ബാഗും വേറെ ആളുടെ ബാഗും സെയിമാ. ആളുടെ ബാഗ് എടുത്തുകൊണ്ട് പപ്പ കൊണ്ട് പോന്നു. ലഗേജ് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ആൾ വന്ന് ആളുടെ ബാഗ് വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ പപ്പ വെച്ച് എൻ്റെ ബാഗ് അവിടെ വെച്ചപ്പോൾ ആൾ പറഞ്ഞു അത് ഞാൻ എടുത്തില്ല, അതവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി 2 മണിക്കൂർ അവിടെ പോസ്റ്റായി. 4:45 വരെ നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ 4:45 അവർ പറയാണ് എന്തോ ഒരു പേപ്പർ ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. മെയിൽ വരും വന്നു കഴിയുമ്പോൾ, കാരണം ഫ്ലൈറ്റ് അവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോയി. അപ്പം ഇനി തിരിച്ചു വന്നിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചി വന്നിട്ടാണ് ബാഗ് കിട്ടിയത്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബാഗ് കിട്ടിയത്. അപ്പം പിന്നെയും എയർപോർട്ടിൽ പപ്പ കാരണം 2-3 മണിക്കൂർ പിന്നെയും ഡിലേ. അങ്ങനെ നമ്മൾ വീടെത്തുമ്പോൾ 6:30 6:45 ആയിക്കണം. അപ്പം ആ സമയത്ത് ഞാൻ ആ ടോയ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ഉറങ്ങില്ല. 8 മണി 9 മണിയിലും കിടന്ന് ഉറങ്ങൂല. അപ്പം ഞാൻ എന്താ ടോയ്സ് ഞാൻ മാറ്റി വെച്ചു. ഞാൻ നല്ലൊരു ഇൻറ്റൻഷനിലാണ് മാറ്റി വെച്ചത്. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ടോയ്സ് കൊടുക്കാനാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ടോയ്സ് ഇപ്പം തെല്ല നാളെ തരാമെന്ന് പറഞ്ഞു. ഒന്നാമത് ഫ്ലൈറ്റ് ഡിലേ ആയി, ഉറക്കക്കുറവ് കാര്യങ്ങളുടെയാണ്. ആ ഫ്രസ്ട്രേഷൻ കൊച്ചു മക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് മറ്റേ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് ദേഷ്യം കാണിച്ച് വാശി കാണിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ല അവർ കുട്ടികളെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മുതുക്കന്മാരെന്ന് വിളിച്ചൂടെ. അതുപോലും മനസ്സിലാക്കാണ്ട് കുറെ കമന്റ് ബോക്സിൽ കിടന്ന് ഇങ്ങനെ കരയാണ്. കൊച്ചിന് ബാധ കയറി, മറ്റേത് കയറി, മറിച്ച് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ യേശു ക്രിസ്തുവിനെ വേണമെന്നല്ല ഈ കാരണത്തടിക്കും ഈ കാരണം കാണിച്ചു കൊടുക്കാൻ. ഇങ്ങോട്ട് എങ്ങനെയാണോ പറഞ്ഞാൽ എൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് പറയും. അപ്പൊ കുറെ പേരുടെ കമന്റ് അങ്ങനെ ഇങ്ങനെ കുറെ കമന്റ്സ് വൈഫ് ഡിലീറ്റ് ചെയ്ത് വാക്കുവാദമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കമന്റ് വരുന്ന നേരത്ത് ഗൈസ് നമ്മൾ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭാര്യനെ എന്തെങ്കിലും പറയണത് മക്കളെ പറയണത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വീഡിയോ വേണേ കാണാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ സ്ക്രോൾ ചെയ്തോ ബ്ലോക്ക് ചെയ്തോ നോ പ്രോബ്ലം. പക്ഷെ ഭാര്യനെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. പിന്നെ നിങ്ങളുടെ അപ്പനെ വിളിച്ചു അമ്മനെ വിളിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ പറയാൻ എനിക്ക് ഓക്കെ കല്ലി വല്ലി എനിക്ക് വിഷയമുള്ള കേസല്ല. പക്ഷെ ഭാര്യനെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ രീതിയിലൊക്കെ ഞാൻ റിയാക്ട്. ഇപ്പൊ കൈസിട്ട് വിനോദം പറഞ്ഞിട്ടുണ്ട്. ചില കമന്റ്സുകളൊക്കെ റിയാക്ട് ചെയ്യണ കേസ് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഭർത്താവിനും അല്ലെങ്കിൽ ഒരു അപ്പനും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം വളരെ ജെന്യൂൻ ആയിട്ടൊരു റിയാക്ഷൻ വീഡിയോ പുള്ളി ഇട്ടാണ്. അത് ഏതൊരു പാരന്റ്സിനും അറിയാൻ പറ്റും, മക്കളെ വളർത്തുന്ന ഏതൊരു പാരന്റ്സിനും അറിയാൻ പറ്റും. എൻ്റെ ഭാഗം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് സീൻ ഞാൻ ആലോചിച്ചില്ല. ഞാൻ അവിടെ നിന്ന് വരുന്നു, കാരണം വേറെ ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല. അത് അങ്ങനെ തന്നെ എടുത്താണ് പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഈ കമന്റ്സ് വരുന്നത്. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു, അടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തില്ല, കല്ലി വെല്ലുന്നുള്ള ഇതിൽ വിട്ടു. ഇത് കമന്റ്സ് ഫുള്ള് ഈ ആൾക്കാർക്ക് ബോധം വെളിവില്ലാണ്ട് ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞാ. കാരണം ഏതാണ്ട് കൊലക്കുറ്റം ചെയ്ത ആൾക്കാരെ പോലെ ചില ആൾക്കാരെ കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടിയല്ലേ, അതിന് 3 വയസ്സായിട്ടുള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെ കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ച എൻ്റെ പകുതിയുടെ പകുതി കുറുമ്പ് പോലും എൻ്റെ മക്കൾക്കില്ല. പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ വല്ല മറ്റേ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാം പണ്ട് കാലത്ത് ഇവന്മാരൊക്കെ ആരായിരുന്നു എന്നുള്ളത്. കൊച്ചു കുട്ടികളാകുമ്പോൾ കുറച്ച് കുസൃതിയും വികൃതിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ ഞാൻ അവരെ തല്ലാറില്ല, അത് വേറെ കാര്യം. ഭാര്യ തല്ലലുണ്ട്, അവളുടെ നിന്ന് ചിലപ്പോൾ നല്ല അടിയൊക്കെ കിട്ടലുണ്ട്. ഞാൻ നോ പറയും. ഞാൻ തല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇതുപോലെ എപ്പോഴും കണ്ടു ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഏതപ്പനെ ഞാൻ കൈവച്ചല്ല, അവ എന്തോ കാര്യത്തിന് ചെരുപ്പെടുത്ത് തന്നെ എറിഞ്ഞു. ഒരാവശ്യമില്ലാണ്ട് ചെരുപ്പെടുത്ത് എറിഞ്ഞു. ഞാൻ ആ ചെരുപ്പെടുത്ത് തിരിച്ചെറിഞ്ഞു. എൻ്റെ വേറെല്ലാം എന്തോ കൊണ്ടു ചെരുപ്പ് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. അവൻ രാത്രി പിച്ചും പോയി ഇങ്ങനെ പപ്പ ചെരുപ്പെടുത്ത് എറിഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അമ്മ കാണിച്ചറിയാതെ. അപ്പൊ എനിക്കത് ഭയങ്കര കേട്ടായി. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ മോൻ അത് അങ്ങനെ ഉറക്കത്തിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ 1-2 ദിവസം മിണ്ടിയില്ല എൻ്റെ അടുത്ത് ഈ ഒരു കേസ് കാരണം. അപ്പൊ ഞാൻ അതിനുശേഷം അവനങ്ങനെ തല്ലാനോ പിടിക്കാനോ ഞാൻ പോകാറില്ല. പക്ഷെ അപ്പോഴും വൈഫിൻ്റെ ഒന്ന് അത്യാവശ്യം ചെറിയ കുറുമ്പളൊക്കെ അടിയൊട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് 2 പേർക്കും പപ്പയും അമ്മയാണ് ഇഷ്ടം. പപ്പേൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അറിയാലോ ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം മോനെ പോലെ നോക്കിയാണ്. അപ്പം എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവരെങ്ങനെയാണ് വളർത്തുന്നുള്ളത്. അതേപോലെ വളർത്തുന്നത്. അപ്പോൾ അവരങ്ങനെ വലിയ തല്ലലോ ശാസികളൊന്നും ഇല്ല. അവരെ താളത്തിന് തുള്ളി അങ്ങോട്ട് പോവും, അത്രേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. കാരണം ഞാനും അവളും താളത്തിന് തുള്ളുമെങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ അന്നുണ്ടായ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലിരിപ്പാണ്. ഞാനത് നേരത്തെ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കൊടുക്കാഞ്ഞതിൻ്റെ കാരണം ഇവന്മാർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കൊച്ചു കുഞ്ഞിന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ റിയാക്ട് ചെയ്തു. കാരണം കൊച്ചു കുട്ടികൾക്ക് ഇതെന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അവര് ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇപ്പത്തെ
ഇന്നലെ ഡോണിനെ ചൊറിഞ്ഞതിന്റെ പാടനീ കാണുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തല്ലാനൊന്നും പോകാറില്ലെങ്കിലും ഞാൻ ഇവർക്കൊക്കെ മേടിച്ചു കൊടുക്കൂട്ടോ. പക്ഷെ ഞാൻ മേടിച്ചു വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്നും കൊടുക്കൊന്നുമില്ല. ഞാൻ കുറച്ചു നേരമൊക്കെ ചൊറിഞ്ഞ് തരില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കല്. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ കുറെ കമന്റ്സ് കാണാറുണ്ട്. കുറെയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇതിലേ വിടും. പക്ഷെ കൊച്ചുങ്ങളെ മോശം പറഞ്ഞ കമന്റുകൾ ഞാൻ വിടാറില്ല. അത് ഭാര്യനെ പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ എന്റെ അനിയന് 6 മാസം പ്രായമുള്ളപ്പോ എനിക്കൊന്ന് 1.5 വയസ്സെന്തോണ്ടെന്ന് അമ്മ പറഞ്ഞ കേട്ടാണ് കട്ടിലിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടിട്ട് തലയൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ച കുറുമ്പുകൾ നോക്കുമ്പോൾ ഇവന്മാര് കാണിക്കുന്ന കുറുമ്പുകളൊന്നും എന്റെ കണ്ണിലൊന്നുമല്ല. അപ്പൊ അതെനിക്ക് അതുകൊണ്ട് അത്ര വലിയ തല്ലി ശാസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പണ്ട് കുറുമ്പ് കാണിച്ചെന്ന് വെച്ചിട്ട് ഞാനിപ്പോ കുറുമ്പ് കാണിക്കണുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുറെ പേരെ കമന്റ് ഉണ്ട് വീട്ടിൽ കാണിക്കണതാണ് പിള്ളേർ പുറത്ത് കാണിക്കുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ കില്ലാടിയായിരുന്നു എന്ന് വെച്ചാല് എന്റെ അനിയന്റെ മേത്ത് നോക്കിയാൽ കാണാം എത്ര സ്റ്റിച്ച് ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ ഞാൻ കാരണം തന്നെ സ്റ്റിച്ചുകളാ എന്ന് വിചാരിച്ചിട്ട് സ്കൂളുകളിൽ പോയപ്പോ ഞാൻ തല്ലുണ്ടാക്കി കിടക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോ കുടുംബം നോക്കാണ്ട് മക്കളെ നോക്കാണ്ട് ഭാര്യ നോക്കാണ്ട് കിടക്കുക അല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളർന്നു പറഞ്ഞ സാഹചര്യം പോലെ ഇരിക്കും. വീട്ടിൽ ഉറുമ്പുണ്ടെന്ന് വെച്ചാൽ ചില പിള്ളേർ വീട്ടിൽ ഉറുമ്പുണ്ടാവും. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ഭയങ്കര പാവങ്ങളായിരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ തല്ലുണ്ടാക്കിയാണ് എപ്പോഴും എന്തിനാണെന്നറിയോ? എൻ്റെ ബുക്കിൽ വരച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഷർട്ടി പിടിച്ച് വലിച്ച് ചെളിയാക്കിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കാലിൽ മണ്ണ് എറിപ്പിച്ചിട്ട് എൻ്റെ മേത്ത് വല്ല ചെളിയാക്കി മണ്ണാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തല്ലുണ്ടാക്കിയാണ്. അല്ലാണ്ടൊന്നും ഞാൻ തല്ലുണ്ടാക്കിയില്ല. അപ്പൊ അതന്നെ എൻ്റെ മോനും ഉണ്ട്. എൻ്റെ മോന് അത് ഇഷ്ടമല്ല. അവൻ്റെ മേത്ത് ചെളിയാവണതോ ഡ്രസ്സ് ചുളുങ്ങണതോ അങ്ങനത്തെ ഒരു കാര്യം അവനും ഇഷ്ടമല്ല. അതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്താണ്. അതൊക്കെ തന്നെ വരുന്നതാ. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഒക്കെ ചെറുപ്പത്തിലെ ചില പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവും. ഏതപ്പം ഭയങ്കര കെയർഫുള്ളാ, ഡൂണ് ഭയങ്കര കെയർലെസ്സാ. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. അതായത് എൻ്റെ മേത്ത് ഇന്ന വരെ ഒരു സ്റ്റിച്ചിന്റെ പാടെ വരണമെന്നില്ല. കാരണം അത്ര കെയർഫുള്ളായിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പും വയ്ക്കുക. ആ നേരത്തെ എൻ്റെ അനിയൻ്റെ മേത്ത് വയ്ക്കുക സ്റ്റിച്ച് ഇല്ലാത്തൊരു സ്ഥലം പോലും കാണാൻ പറ്റില്ല. അത്ര മാത്രം സ്റ്റിച്ച് ഉണ്ട് അവിടെ. അപ്പൊ അത് ഒരു വീട്ടിൽ 2 ആമ്പിള്ളേരുണ്ടെങ്കിൽ ഒരെണ്ണം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഒരെണ്ണം കുറച്ച് ആക്റ്റീവ് കുറവായിരിക്കും. അത് ആക്റ്റീവ് കുറയേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതപ്പോ ഒരു 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഡോണുവിനെ അവള് വയറ്റിൽ കരിയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കുറുമ്പുകൾ അവനുണ്ട്. അത് നമ്മള് കണ്ണടച്ച് വിടാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ കാണിച്ച കുറുമ്പിന്റെ 7 ഇതൊന്നും ഇവന്മാരെ കുറുമ്പ് വരണില്ല. അതുകൊണ്ട് ശാസിച്ച് വളർത്തേണ്ട പ്രായമാകുമ്പോൾ ശാസിച്ച് വളർത്തും. ഇപ്പൊ ശാസിക്കേണ്ട ആവശ്യമൊന്നും തോന്നില്ല. പിന്നെ ആ വീഡിയോയില് അവനെ ചവിട്ടിയതിന് ശേഷം അമ്മയും അവളും പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് വന്ന് സോറി പറയണത് മുമ്പ് തന്നെ സീനൊക്കെ ഉണ്ട്. അതൊന്നും വീഡിയോയിൽ ഇല്ല. അപ്പൊ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ വിമർശിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതില് കൊച്ചിനെ ഓരോന്ന് കാണാ ഗുണാന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് കഴിയുമ്പോ ചിലപ്പോൾ എന്റെ ഗുണം മാറും. അവിടെ ചിലപ്പോൾ ഞാൻ ഒരു തന്തയായിട്ടൊക്കെ മാറും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും വരില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ല, ഇതിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ചിലപ്പോൾ കമന്റ് വരുമ്പോ കണ്ടിട്ട് റിപ്ലൈ ചെയ്യാനൊക്കെ പോകും. ഞാൻ യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആളല്ല. അപ്പൊ ഈ കമന്റ്സ് വരുമ്പോൾ ഞാൻ പ്രതികരിക്കും. നിങ്ങൾ വീഡിയോ കാണാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ വരുന്ന കമന്റ്സിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ റിപ്ലൈ ഇടും. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ട് കമന്റ് ഇടുന്നു. ആ കമന്റിന് ഒരു വാല്യൂ തരുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ആയിരുന്നു. അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോക്കോ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരാളെ നിർബന്ധിച്ച് ഞാൻ ഏതെങ്കിലും കമന്റിൽ വീഡിയോ കണ്ടിട്ടുണ്ടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫ് തുടങ്ങിയ ഒരു ചാനലാണ്. ഞാൻ തുടങ്ങിയതും കൂടിയല്ല, വൈഫ് തുടങ്ങിയ ഒരു ചാനലാണ്. അതിനകത്ത് വീഡിയോസ് ഇട്ട് പോകുന്നത് മാത്രം. ഇപ്പോഴും ലോങ് വീഡിയോ ഇട്ടിട്ട് 10-15 ദിവസം കണ്ടായിട്ടുണ്ട്. പിള്ളേരൊന്നും ഇപ്പം ഇട്ടാ പിന്നെ ഇട്ടിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കുറെ കമന്റ് ഉണ്ട് റീച്ചിന് വേണ്ടി വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഇവിടെ. റീച്ചൊന്നും വേണ്ട ഇവിടെ. നമുക്ക് പണിയെടുത്ത് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അല്ലാതെ യൂട്യൂബിൽ നല്ല ജീവിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഭാര്യനെയും മക്കളെയും പറഞ്ഞാൽ ഓംബ്ര എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. എന്നാ കണത്തിൽ കൂട്ടരുത്, ഞാനാ കണത്തിൽ പെടൂല, എന്നെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ആ വീഡിയോ കൈസ്ബ്രോ ഇട്ടുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. വേറെ ഒരുത്തി ഇട്ടപ്പോൾ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും തരണം എന്ന് തോന്നിയില്ല. കാരണം അവളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഇങ്ങനെ അവരാധിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിന് നമ്മൾ വലിയ വില ഒന്നും കൊടുക്കണില്ല. കല്ലി അവൾ എന്തെന്ന് വെച്ചാൽ കാണിച്ചാൽ അവളോട് വഴിക്ക് പോട്ടെ. 16,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഈ സാധനത്തിന് നമ്മൾ എന്ത് വെറുതെ റിയാക്ട് ചെയ്ത് ഫേമസ് ആയി കൊടുക്കേണ്ട അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ട് കൈസ്ബ്രോ വീഡിയോ ഇട്ടുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാണ് പുള്ളി വീഡിയോ ഇട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി ഇതുവരെ ചെയ്ത വീഡിയോസിനകത്ത് വളരെ മാന്യമായിട്ടൊരു റിപ്ലൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ മാന്യമായിട്ട്. എനിക്കൊണ്ട് ഇത്രയും മാന്യമായിട്ട് പുള്ളി ഇതുപോലെ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇഷ്ടമായി. കാരണം നമുക്ക് മാന്യമായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ഉൾക്കൊള്ളും. കാരണം ഉൾക്കൊള്ളാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ തന്നെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ അന്ന് ആ കമന്റ് ഇട്ടവരിലേക്ക് നല്ല രീതിക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ഈ സിറ്റുവേഷൻ ഇതാണ്, അപ്പൊ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കണം. വീണ്ടും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ. കണ്ടിട്ട് എനിക്ക് തന്നെ ചിരിയായിരുന്നു. എന്തായാലും അവിടെ